കേരളത്തിൽ UDFന്റെ നട്ടല് ഏത് പാർട്ടിയെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ്. അവരുടെ പ്രവർത്തനം മലബാറിൽ മാത്രമല്ല, ഇപ്പോൾ തെക്കോട്ടും വരികയാണ്. അങ്ങനെ ആ രീതിയിലേക്ക് മുസ്ലിം ലീഗ് വളരുകയാണ്. ഇടക്കാലത്ത് തന്നെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന തരത്തിലുള്ള ചർച്ച വരെ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അവർ എങ്ങനെയായിരിക്കും ഇനി കേരള രാഷ്ട്രീയത്തെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്? ലീഗ് ചില്ലറ കക്ഷികളൊന്നും അല്ല കേട്ടോ, അവർ നിർണായക ശക്തിയാകുകയാണ്. അതാരാണ് അതിന് കുഴപ്പമുണ്ടാക്കി വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ വളം വെച്ച് കൊടുത്തതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ്സിനകത്ത് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ലീഗിന് സന്തോഷമാണ്. ഈ ഗ്രൂപ്പ് ഉണ്ടായി തമ്മിൽ പോര് നടത്തുന്നത്, എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലീഗ് നിന്നുകൊണ്ട് ആ കോൺഗ്രസ്സിലെ ചില കാര്യങ്ങൾ തീർച്ചപ്പെടുത്താനായിട്ട് ലീഗിന് സാധിക്കും. ഇപ്പോൾ 1995 എ ഗ്രൂപ്പുമായിട്ട് കൈകോർത്ത് ലീഡറെ എന്ത് ചെയ്തു, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി ആര് എന്ന് ലീഗ് തീർച്ചപ്പെടുത്തുന്ന സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ അവർക്ക് 15 സീറ്റാണുള്ളത്. അവരത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നത് 25 സീറ്റിലാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവർക്ക് ചർച്ച 40 സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. 40 സീറ്റൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അവരിങ്ങോട്ടേക്ക് പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ അർത്ഥം. ഇപ്പോൾ ഏതാണ്ട് തൃശ്ശൂർ ബോർഡറിൽ നിൽക്കുകയാണ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ടില്ല, പിന്നെ വല്ല ആലുവയിലോ എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ പടരുകയാണ്. ആ പടർത്തിയത് കോൺഗ്രസിൻ്റെ ഈ ബലഹീനത തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് വി ഡി സതീശന് 63 എന്നുള്ള ഒരു സംഖ്യ എടുത്തിട്ടില്ലേ, അത് ലീഗുകാർ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, 82 3-ാം കരുണാകരൻ മന്ത്രിസഭയിൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരുന്നു. 79 കുറച്ചു കാലം മുഖ്യമന്ത്രി പദവി വഹിച്ചത് CH മുഹമ്മദ് കോയയായിരുന്നു. ആ കോയയെ ക്യാബിനറ്റിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത്. പിന്നീട് CH മരിച്ചപ്പോൾ അബ്ദുൽഖാദർ കുട്ടി നഖ ഉപമുഖ്യമന്ത്രിയായി. 91 തെരഞ്ഞെടുപ്പിന് ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അതങ്ങ് ഇല്ലാതായിപ്പോയി. ഇപ്പോൾ വീണ്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ളതും ഉറപ്പാണ്. ഇടയ്ക്ക് സാദിഖലി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ചോദിച്ചു. അതിനെന്താ, ലീഗിനെന്താ മുഖ്യമന്ത്രി സ്ഥാനം കഴിക്കുമോ? കഴിക്കില്ല. അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും. CH മുഹമ്മദ് കോയൊക്കെ നല്ല നേതാക്കന്മാരിൽ വരുന്ന ഒരാളാണ്. നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു എന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ലീഗിന് ഇപ്പോൾ ഇവർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5-ാം മന്ത്രി സ്ഥാനം ചോദിച്ചു, കിട്ടിയില്ലേ? ഏറെ വിവാദമായതാണ്. അവർക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, മലബാറിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഒരു സീറ്റ് വിജയിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? ലീഗിന് നല്ല സ്വാധീനമുള്ള ഇടമല്ലേ? അപ്പൊ അവരുടെ പിന്തുണ വേണ്ട തരത്തിൽ വേണ്ടേ? രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വിജയിക്കണമെങ്കിൽ ലീഗിന്റെ പിന്തുണ വേണമെന്നുള്ളതാണ്. അവിടെ ഉയർന്നത് മുഴുവൻ പച്ചക്കൊടിയല്ലേ ഉയർന്നത്. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മത്സരിക്കുമ്പോൾ അദ്ദേഹം ലീഗിനെ ഒന്നും വകവയ്ക്കത്തില്ല. അദ്ദേഹത്തിന് ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് മാറി. അവിടെ പക്ക ലീഗിൻ്റെ ആധിപത്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനി അങ്ങോട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഈ സ്ഥാനത്തൊക്കെ എത്തിയത് ലീഗിൻ്റെ ഒരു പിൻബലം കൊണ്ട് മാത്രമാണ്. ലീഗിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് കരുണാകരനെ പോലെ ആന്റണിക്കും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് നോക്കണം ലീഗ് എത്രത്തോളം കേരളത്തിൽ നിർണായക ശക്തിയാകുന്നു എന്നുള്ളത്. ഇത് 90കളിലൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ലീഗ് ഒന്നുകൂടെ അപ്രമാദിത്വമുള്ള ഒന്നായി മാറി. ഇപ്പോൾ കോൺഗ്രസിനകത്തെ തർക്കം ഇവരിങ്ങനെ തുടരുമ്പോൾ ലീഗ് കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ
അതിൻ്റെ നാശം സംഭവിക്കാൻ പോവുകയാണ്. ലീഗിൻ്റെ വഴി തേടിപ്പോകും. ശശി തരൂർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴി തേടിപ്പോകും. ലീഗ് ഇപ്പോൾ പറയും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അടുത്ത തവണ ഭരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴി തേടും. ആ വഴി തേടുന്നതിൻ്റെ സൂചനയാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം കലഹിച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, എപ്പോഴും സതീശനുണ്ട്, ചെന്നിത്തല, KC വേണുഗോപാൽ എല്ലാം. തരൂര് ഒരു പക്ഷവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ലീഗിൻ്റെ പിന്തുണയുമായിട്ട് ഇവർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ CPM സപ്പോർട്ട് കൊടുക്കും. CPM സംബന്ധിച്ചിടത്തോളം ഇനി 3ാം വട്ടം അധികാരത്തിൽ വരില്ല എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം. ഈ കോൺഗ്രസിനകത്ത് ഈ പോര് തുടരുകയാണെന്നുണ്ടെങ്കിൽ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കത്തില്ല. അപ്പോൾ പുതിയ ചില സമവാക്യം ഇവിടെ ഉരുത്തിരിയും. 90കളിലും മറ്റും, അതായത് ഉമ്മൻചാണ്ടിയുടെയും കരുണാകരൻ്റെയും AK ആന്റണിയെയും ഒക്കെ നിലനിർത്തിയിരുന്നത് ലീഗായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ആധിപത്യം ഉണ്ടാകാൻ പോവുകയാണ്. 94-95 കാലഘട്ടത്തിൽ UDF രൂപം കൊണ്ടതെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, KM മാണി കൂട്ടുകെട്ടാണ്. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമാണി അല്ലേ, കുഞ്ഞാപ്പ. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2016 വരെ UDF നയിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. പിന്നീടാണ് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറിയത്. ഇപ്പോൾ എന്താണ്? മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി വളർന്നു വരുമ്പോൾ അത് BJP വലിയ രീതിയിൽ സ്വാധീനിക്കില്ലേ? കാരണം ഇപ്പോൾ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്ന കഥ നാം പരിശോധിക്കുമ്പോൾ തന്നെ ഈ 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നെയ്യാറ്റിൻകരയിലെല്ലാം BJPക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം നാം കണ്ടിരുന്നു. ആ വിവാദങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ വളർച്ച ഒരു ഭാഗത്ത് BJPക്ക് ഗുണകരമല്ലേ? BJP എത്ര കേരളത്തിൽ സീറ്റ് പിടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം BJPയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ എടുത്തിട്ടുള്ള ഒരു കണക്കനുസരിച്ച് ഒരു 11 മുതൽ 15 സീറ്റ് വരെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? 11 മുതൽ 15 സീറ്റ്. എന്തിന് 5 സീറ്റായാൽ പോലും ഈ 2021 ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഇവർ കളഞ്ഞു കുളിച്ചില്ലേ. പിന്നീട് പാലക്കാട് ഒരു സാഹചര്യം വന്നപ്പോൾ അതെടുക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് നല്ല ഒരു BJPക്ക് നല്ല വളർച്ചയുള്ള ഒരു ഇടമാണ്. BJPയുടെ സംഘടനാ സംവിധാനത്തെ ചോദിച്ചില്ല, ഈ ഒരു സാമൂഹിക സാഹചര്യമുണ്ടല്ലോ. അന്ന് 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ട് BJPക്ക് അന്ന് നെയ്യാറ്റിൻകരയിൽ വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത്തരം മുസ്ലിം ലീഗിന്റെ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ വരും കാലങ്ങളിൽ അത് BJPക്ക് ഗുണകരമാണ്. ഒരു ഹൈന്ദവ മുന്നേറ്റം ഉണ്ടാകുമോ, ഒരു ഏകീകരണം ഉണ്ടാകുമോ, അതിനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ നല്ലപോലെ എവിടെ കിടക്കുന്നു? CPM നിൽക്കുന്നുണ്ട്. അതിങ്ങോട്ടേക്ക് എത്ര മാറി വരുമെന്നുള്ളതാണ് അറിയേണ്ടത്. ആ സാഹചര്യം CPM മുതലാക്കും. അവര് ഇത് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലേക്കൊക്കെ കടന്നു കയറാനായിട്ട് പാർട്ടി നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ആ ഒരു ഹൈന്ദവരോടുള്ള ഒരു ആഭിമുഖ്യം നിലനിർത്തുന്നുണ്ട് പാർട്ടി എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് ഇപ്പം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് ഈഴവ വോട്ടുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എല്ലായിടത്തും എല്ലാ കാലത്തും കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവർ മുസ്ലിം വിഭാഗം ഇവർ മുസ്ലിം ലീഗ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത തവണ കൂടുതൽ സീറ്റ് ചോദിക്കും. ഇവർ നിൽക്കുന്ന സീറ്റുകളൊക്കെ തന്നെ അത് ഇവരിനി LDFിലേക്ക് പോയാലും UDFിലേക്ക് പോയാലും അവരുടെ സീറ്റ് അവരുടെ കൈകളിൽ തന്നെ നിർത്തുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രവർത്തന രീതിയും സംഘടനാ സംവിധാനം അവരുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ വലിയൊരു വിജയം കൂടിയാണ്. അപ്പം ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിലടി രൂക്ഷമാകുന്നത് ഇവർക്ക് നല്ലതാണ്, ലീഗിന് നല്ലതാണ്. ലീഗിൻ്റെ ആധിപത്യം അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അവസാനം ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗ് തീർച്ചപ്പെടുത്തും ആരാകണം കോൺഗ്രസിൽ നിന്നുള്ള ആള് മുഖ്യമന്ത്രി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇവർ എല്ലാം പോകുന്നത്, പാണക്കാട്ടേക്ക് കയറാൻ പോകുന്നത്.
ചെന്നിത്തലയോട് പാണക്കാടുകാർക്ക് ഒരു ആഭിമുഖ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലീഗിനോടാണ് തരൂരിനോടാണ് കൂടുതൽ ഒരാഭിമുഖ്യം ഉള്ളത്. എന്തായാലും ലീഗ് ഇനിയൊരു വലിയ ഒരു ആധിപത്യം പുലർത്താൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്.